നിലമ്പൂർ അരുവാക്കോട്ടെ കുംഭാരൻ ഗ്രാമത്തിലെ 200ഓളം വീടുകളിലെ കുലത്തൊഴിലായ കളിമൺ പാത്ര നിർമ്മാണം ഇന്ന് ചുരുക്കം വീടുകളിൽ മാത്രമായി ഒതുങ്ങി. 11 വയസ്സു മുതൽ ചക്രം പിടിച്ചു തുടങ്ങിയ നാരായണൻ 84-ാം വയസ്സിലും ചക്രം തിരിക്കുന്നു. പക്ഷേ ഫലം വിഫലം. വിലക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ ബാംഗ്ലൂർ മദ്രാസ് ഒക്കെ കൊണ്ടുപോയിട്ട് നല്ല വിലക്കൊക്കെ വിറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഈ പണിയത്തിന്റെ അത് ഒരു എണ്ണത്തിന് ഇത്ര വിലയാന്നുള്ള മാത്രമേ തന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് അത്രേ തന്നിട്ടുള്ളൂ. കളിമൺ പാത്രങ്ങൾക്കും ശില്പങ്ങൾക്കും മാർക്കറ്റിൽ നല്ല വിപണിയും വിലയുമുണ്ടെങ്കിലും ഇടത്തരക്കാർ ഇവരെ നിർബാധം ചൂഷണത്തിനിരയാക്കി. 1996-ൽ തൃശൂർ സ്വദേശിയായ ജിനൻ കുംഭം എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ച് ഇവരുടെ കളിമൺ ചാരുത ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ, വൻകിട ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ ചുമരുകളെയും സ്വീകരണ മുറികളെയും അലങ്കരിച്ചു. പക്ഷേ ഇതിലൂടെ ഇവർക്ക് കിട്ടിയതെന്തായിരുന്നുവെന്ന് ഇവർ പറയും. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ആള് വന്നിട്ട് ഓർഡർ കൊടുത്ത് തുച്ഛമായിട്ടുള്ള വിലക്കാണ്. ഇപ്പോൾ ₹1-2 ഒക്കെയാണ്. അവർക്ക് പണി തീർത്ത് പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി കൊടുത്താലാണ് ഒന്നിന് ₹1 വെച്ച് തരുന്നത്. വാറ്റുചാരായവും മദ്യത്തിനടിമകളായതും കുംഭാരന്മാരെ അഭിവൃദ്ധിയിൽ നിന്നും പിന്നോട്ട് നയിച്ചതിന്റെ മറ്റൊരു കാരണം. കൂടാതെ സർക്കാരിൽ നിന്നും ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തതാണ് കുലത്തൊഴിൽ വിടാനുള്ള പ്രധാന കാരണമെന്നും പറയുന്നു. മൺപണിക്ക് അല്ലെങ്കിൽ ഒരു വീലിന് വേണ്ടിയിട്ടോ ഒരു പക്മിലോ എല്ലാ സ്ഥലത്തും ഗവൺമെന്റ്, അതായത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ അരുവാക്കോട്ടിലേക്ക് മാത്രം ഒരു കാര്യം ഇതുവരെ വന്നിട്ട്. സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട അരുവാക്കോട്ടെ കുംഭാരന്മാർക്കു വേണ്ടി ഒരു കാലത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളും വ്യക്തികളും രംഗത്ത് വന്നിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ എന്തു നേടിയെന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഒരു അന്വേഷണം നടത്തിയെന്നു മാത്രം. ഫൗസിയ, മലപ്പുറം, ഇന്ത്യ വിഷൻ.